സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 8 1 തിരുവചനം. യേശു ഒലിവ് മലയിലേക്ക് പോയി. അധികാലത്ത് യേശു പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു ഇരുന്ന് അവരെ ഉപദേശിച്ചു. കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവാനുഗ്രഹം അധികമായി ലഭിക്കുന്ന ഒരു ദിവസത്തിൻ്റെ പ്രത്യേക സമയത്തെക്കുറിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനം ധ്യാനിക്കാം. നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായം 1 തിരുവചനത്തിൽ അധികാലത്ത് യേശു ദൈവാലയത്തിൽ ചെന്നപ്പോൾ ജനമൊക്കെയും അതേസമയം യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതാണ് നാം വായിച്ച് കേൾക്കുവാനിടയായത്. ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അഭിഷേകവും നമുക്ക് അനുദിനം അനുനിമിഷം അത്യന്താപേക്ഷിതമാണ്. ആ ദൈവത്തിൻ്റെ സഹായവും ശക്തിയും ബലവും കൃപയും ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായി ദൈവസാന്നിധ്യമായി നമുക്ക് ലഭിക്കുവാൻ നാം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണം. എന്നാൽ അതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? അതിനുത്തരമാണ് നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായം 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ക്രിസ്തു ശിഷ്യന്മാരും ആദിമ നൂറ്റാണ്ടിൽ ദൈവപുത്രനിൽ വിശ്വസിച്ചവരും തലേ ദിവസം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. അവർ ദൈവത്തിൻ്റെ വചനങ്ങൾ, ഉപദേശങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങളെല്ലാം ഗ്രഹിച്ചതാണ്. അന്ന് അവർ ശേഷം കടന്നുപോയി അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. എന്നാൽ പിറ്റേ ദിവസം അധികാലത്ത് പിന്നെയും ദൈവാലയത്തിൽ ചെന്ന് യേശുവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് കാതോർക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അധികാലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക എന്നുള്ളത്. മറ്റൊരു വേദഭാഗത്ത് നാം കാണുന്നു, അധികാലത്ത് എഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരം തിരക്കിപ്പോയ അഥവാ കല്ലറയിലേക്ക് ഓടിപ്പോയ മറിയയെക്കുറിച്ച്. യേശുവിൻ്റെ മരണവും അടക്കവുമൊക്കെ കഴിഞ്ഞിരുന്നു. യേശു ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പല പ്രാവശ്യം പ്രസ്താവിച്ചിരുന്നു. ഇത് ഓർത്തുവച്ച മറിയ ഞായറാഴ്ച ദിവസം അധികാലത്തെഴുന്നേറ്റ് യേശുവിനെ സംസ്കരിച്ച കല്ലറയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് യേശു ഉയർത്തെഴുന്നേറ്റ യേശു തന്നെ അവൾക്ക് പ്രത്യക്ഷനായി അവളോട് സംസാരിക്കുവാൻ അത് കാരണമായി. പിന്നത്തേതിൽ അവൾ ശിഷ്യന്മാരോട് പോയി അറിയിക്കുകയും പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാവുകയും ചെയ്തു. 63-ാം സങ്കീർത്തനം 1 വാക്യത്തിൽ നാം കാണുന്നത് അധികാലത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ദാവീദിനെയാണ്. ദൈവമേ, അധികാലത്ത് നീ എൻ്റെ ദൈവമാകിയാൽ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം
നിനക്കായി കാക്ഷിക്കുന്നുവെന്ന് ദാവീദ് രാജാവും പറയുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന് പോൽക്കാലം നമുക്ക് ലഭിക്കുവാൻ അതികാലത്ത് തന്നെ ഇതുപോലെ നമുക്കും കർത്തൃസന്നിധിയിൽ ചെല്ലാം. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മുടക്കാം. ദൈവവചനം കേട്ട് ബലപ്പെടാം. ദൈവം മുമ്പിൽ ആരംഭിക്കുന്ന ഓരോ ദിവസവും കർത്താവ് അനുഗ്രഹിച്ച് നൽകുവാനിടയാകും. ആമേൻ.